നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരിക്കാൻ സാധ്യത. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പേര് പരിഗണിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായിട്ട്. ടോബി, പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ പേര് സജീവമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ടോ? അത് ചെങ്ങന്നൂരാണോ, ആറന്മുളയാണോ, കാഞ്ഞിരപ്പള്ളിയാണോ, ഏത് മണ്ഡലമാണ് എന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇനി ആ ഘട്ടത്തിലെത്തിയിട്ടുണ്ടോ? ജിക്കെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അച്ചു ഉമ്മനേക്കാൾ കൂടുതൽ പരിഗണിക്കുന്നത് മറിയ ഉമ്മൻ്റെ പേരാണ് എന്നുള്ള വിവരമാണ്. എന്തായാലും പ്രധാനമായിട്ടും 3 സീറ്റുകളിലാണ് മറിയ ഉമ്മനെ പരിഗണിക്കുന്നത് എന്നാണ്. അത് ചെങ്ങന്നൂർ, അതുപോലെ തന്നെ ആറന്മുള, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി. അതായത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവർക്ക് ശക്തിയുള്ള ഒരു മേഖലയാണ്. ഒപ്പം തന്നെ UDFന് വലിയ മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കാൻ ഇല്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് ഈ മണ്ഡലങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മറിയ ഉമ്മനെ പോലെ ഉമ്മൻചാണ്ടിയുടെ മകളെന്ന ആ ഒരു പേര്, അത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാക്കൾക്കും വോട്ടുകൾ വിജയിക്കുന്നതിലുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വാധീനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDFന് കൂടുതൽ ഉണർവുണ്ടാക്കും. ഈ മണ്ഡലങ്ങൾ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണോ അതോ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയാണോ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചില ആളുകൾ മറിയ ഉമ്മനുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഔദ്യോഗികമായി ചില മുതിർന്ന നേതാക്കൾ പോലും സംസാരിച്ചു എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു വ്യക്തത വന്നേക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അച്ചുവിൻ്റെ പേരും അച്ചു ഉമ്മൻ്റെ പേരും മറിയ ഉമ്മൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. അതേസമയം തന്നെ ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്ത, ചാണ്ടി ഉമ്മൻ മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പോലും പറയുന്ന ചില വാർത്തകളും പുറത്തു വന്നു. ആ ഒരു പശ്ചാത്തലം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മറിയ ഉമ്മൻ സജീവമായി തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ഒരു വാർത്തയോട് പ്രതികരിക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടുമില്ല. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.